എന്താ മോളെ? ആ രാസ്കൽ ഗോപാലിന്റെ പ്രസംഗം കേട്ടോ? ഗോപാലിന്റെയോ? ആ, അച്ഛൻ മൂരാഴ്ചയായ കോൺട്രാക്ട് ആണെന്ന്. അച്ഛൻ അവൻ നിലയ്ക്ക് നിർത്തുവന്ന്. എന്ത് വേണമെങ്കിലും അവൻ പറയട്ടെ മോളെ. പറഞ്ഞാലല്ലേ ഈ നേതാക്കന്മാർക്ക് ജീവിക്കാനൊക്കൂ. നേതാവ് ഇവൻ എവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നു? പുതിയ ഇറക്കുമതിയാ. ആദ്യം കുറെ ചൂടും ആവേശമൊക്കെ കാണും. കൂലിക്കാര്യം തീരുമാനിച്ചില്ലെങ്കിൽ പണി മുടക്കുമെന്നാ ഭീഷണി. മുടക്കട്ടെ, ഒടുവിൽ മുടക്കുന്നവൻ തന്നെ പട്ടിണി കിടന്ന് ചാവും. തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ. വെയിലിൽ വാടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഒരു പട്ടി മുതലാളിയും ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തില്ല. നീ എന്താണ് പുലമ്പുന്നത്? പുലമ്പല്ല കുഞ്ഞെ, ആ തീപ്പൊരി കേട്ടില്ലേ? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഏതെല്ലാം പപ്പൂന്റെയും പരമൂന്റെയും പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. എന്ന സഖാവ് PK ഗോപാലിന്റെ പ്രസംഗം കേട്ടപ്പോ അച്ഛനാണ് കുഞ്ഞെ എന്റെ അക്കൽദാം കളിപ്പോയി. എന്നാ നീയും പോയാ കൂട്ടത്തിൽ ചേർന്നു. ഈ അക്കൽദാം അടുപ്പിച്ചൊരു 10 ദിവസം കേട്ട കൊച്ചമ്മയും ചേർന്നു. ചേരുമോ? ഇങ്ങോട്ട് വാടാ. ഇവിടെ എന്താ കുഞ്ഞെ? എന്താ? അവിടെ പാർട്ടി ഓഫീസിൽ ആക്ഷൻ കമ്മിറ്റി കൂടാൻ പോവാ. നീ ആരും അറിയാതെ പോയി തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വാ. അയ്യോ, അവിടെ എങ്ങാനും പോയി ഒളിഞ്ഞിരുന്ന അവരെന്റെ തല ഊരി കളയും. ആരും അറിയാതെ രഹസ്യമായി പോയി വിവരം അറിഞ്ഞിട്ട് വാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, വേഷം മാറിപ്പോവാ. ഒരു താടി മുടിയൊക്കെ വെച്ച് ഒരു അക്കൽദാമയുടെ വേഷത്തിൽ പോവാ. വേണ്ട വേണ്ട, ഈ വേഷത്തിൽ പോയാ മതി. എന്നാ എളുപ്പം പോ. കുഞ്ഞെ, ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ തലയില്ലെങ്കിൽ എന്റെ ഒരു തലയിൽ രാഗം എന്ന് കരുതേച്ച മതി. എന്ത് ചെയ്യാനാണ്? നമുക്ക് തരാനുള്ള കൂലി കുടിശ്ശിക ഇതുവരെ കോൺട്രാക്ട് തന്നിട്ടില്ല. അതുകൊണ്ട് നാളെ വരുന്ന സിമന്റ് ഇറക്കണമോ വേണ്ടയോ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എല്ലാ യൂണിയന്റെ ആൾക്കാരോടെ കൂടിയിട്ടുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു പൊതു തീരുമാനമായിരിക്കും. കൂലി കുടിശ്ശിക ഉടനെ തീർത്തേരാന്നല്ലേ കോൺട്രാക്ട് പറഞ്ഞിരിക്കുന്നത്? ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ പോയായില്ലേ? പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമോ? പട്ടിണി കിടക്കണവിടാ. നമുക്ക് ന്യായമായി കിട്ടാനുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ പണി ചെയ്യും. നിങ്ങൾ ഒറ്റത്തടിയാണ്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. എന്നാ നീ പോയി ചക്കാത്തനായിരിക്കും ചുമന്നു കൊടുക്കും. ഞങ്ങൾ ജോലിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? തൊഴിലാളി വഞ്ചകൻ എന്ന് പറഞ്ഞതിന്റെ മുഖത്ത് നോക്കി ആട്ടും. എടാ, ജീവിക്കാന്ന് നട്ടല്ലോട് ജീവിക്കണം. പോടാ, പോയി ചാടാ. അവിടെ ഇരിക്കുക. എന്താ ഇരിക്ക? നമ്മൾ വഴക്കിടാനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്, വളരെ ഗൗരവമുള്ള കാര്യം തീരുമാനിക്കാനാണ്. സാറിന്റെ അഭിപ്രായം എന്താണെന്ന് പറയും. കൂലിക്കാരൻ തീരുമാനിക്കാതെ നാളെ ചുമടിറക്കാൻ ഒരൊറ്റ തൊഴിലാളിയും പോരുന്നാണ് എന്റെ കോൺട്രാക്ടർ. വേറെ ആളെ ഇറക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തടയണടാ. പറഞ്ഞാൽ നിന്റെയൊക്കെ എണ്ണ ഊരിയെടുക്കാൻ പോലീസ് ഉണ്ടടാ. നീ എന്തിനോട് വന്നു? ഇവിടുത്തെ തീരുമാനം എന്താന്ന് ഒളിഞ്ഞു നിന്നിട്ട് കേട്ടിട്ട് വരാൻ സുരന്ന കുഞ്ഞ് പറഞ്ഞേച്ചാ. അതിൽ ഒളിച്ചെന്ന് കേൾക്കണോ? വരാമായിരുന്നില്ലേ? എന്നിങ്ങോട്ട് വരത്തില്ലേ സാറേ? ആ പൊയ്ക്കോ. ഓക്കെ സാറേ, പൊയ്ക്കോ. മോളെ, ആ നാളെ പോയി തല്ലു വിളിക്കാൻ പറഞ്ഞത് നിനക്ക് എന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഒരബദ്ധം പറ്റിപ്പോയച്ചാ. അബദ്ധം? ഇതൊക്കെ കണ്ണിന്റെ മുതൽ നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? വെറും BSc പഠിച്ചുള്ള കാര്യമായില്ല. അച്ഛൻ വരുന്നതിന് മുമ്പ് പണിമുടക്കുണ്ടാവൂന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ അവനെ അയച്ചത്. പോട്ടെ, നാളെ പിന്നെ വലിയ പരിക്കൊന്നുമില്ലല്ലോ. മൂക്കിനൊരിടി കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശരീരം മുഴുവൻ വേദനയാന്ന് അവൻ പറയുന്നത്. അതെ, അവന്റെ വെറും പണവാ. നീ കുറെ കാശ് കൊടുത്തേക്ക്. ശരി അച്ഛാ. ഞാന് എക്സിക്യൂട്ടീവ് കണ്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. നിന്റെ കോളേജ് ഓഫീസിന്റെ കാര്യം ദാസ് ശരിയാക്കിയിട്ടുണ്ട്. കോളേജ് ചെറിയാൻ വരുമ്പോഴത്തേക്ക് ചിറ്റമ്മയും കുട്ടിക്കൊണ്ട് പോരെ. വിശേഷമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണം. ഞാൻ ഗസ്റ്റ് താമസിക്കുന്നത്. ശരി അച്ഛാ. ബില്ല് ഒപ്പിട്ട് കിട്ടിയ മോളെ? അയ്യോ, ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അച്ഛൻ എവിടെ താമസിക്കുന്നത്? ഗസ്റ്റ് ഹൗസില്. ആഹാരമൊക്കെ എങ്ങനെ ഇരിക്കുവോ എന്തോ? അതൊക്കെ അച്ഛൻ നോക്കാതിരിക്കോ ചിറ്റമ്മേ? ഈ ബില്ലിന്റെ കാര്യം വന്നേ പിന്നെ അതിലൊന്നും ഒരു ശ്രദ്ധയില്ല മോളെ. അയ്യോ, ഞാൻ ചത്തുപോവേ. എന്നെങ്കിലും ചത്തുപോവേ. പിടിച്ച് നെഞ്ചത്തും പുറത്തും എല്ലാം പിടിച്ച്. എന്നിട്ട് ഈ അക്കൽദാമയുടെ വേദന പോകുന്നില്ല. എന്നാ നിന്നെ ഹോസ്പിറ്റലായി. അതെന്താ? ഈയിടെ പത്രത്തിൽ വന്ന് കൊച്ചമ്മ വായിച്ചില്ലേ? ഒരുത്തൻ കണ്ണ് ഓപ്പറേഷത്തിന് വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ അവന്റെ അക്കൽദാമ കീറിയെടുത്തെന്ന്. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ 2 മാസത്തെ റെസ്റ്റ് എടുത്തോളാം. സൂപ്പോ മുട്ടയോ പാലോ വെണ്ണയൊക്കെ കഴിച്ച് ശരീരം അനങ്ങാതെ ഞാനിവിടെ കിടന്നോളാം. അങ്ങനെ ഇപ്പൊ കിടക്കണ്ട ചിറ്റമ്മേ. അവനൊരു 10 രൂപ കൊടുത്തേക്ക്. എന്തിനാ കുഞ്ഞെ? മുട്ടയും ചെന്നിയായും മേടിച്ച് അടിച്ചു കുടിക്ക്, വേദന മാറും. അയ്യോ, മുട്ടയും ചെന്നായം കൊണ്ട് മാത്രം മാറില്ല. പിന്നെ ഒരു 100 മില്ലിയെ അക്കൽദാമായും കൂടി വേണം. മുട്ടയും പട്ടിയും ചെന്നായം കൂടിയാ ചേരുവ. ചിറ്റമ്മേ, അവനൊരു 15 രൂപ കൊടുത്തേക്കൂ.
ഒരു 5 രൂപ കൂടി വേണേ. അതെന്തിനാ? സിനിമ ഒന്ന് കാണണം. ഇടിപ്പടം കണ്ട ഇടികൊണ്ട വേദന മാറുന്നാ പറയുന്നത്. നാശം. ഇനി വല്ലതും ഉണ്ടോടാ? ഇന്നത്തേക്ക് ഇത് മതി. നാളെ ശരീരത്തിന്റെ അക്കൽദാം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാ. നിന്റെ ഒരു അക്കൽദാമം. അയ്യോ അയ്യോ ശരീരത്തിന് വയ്യായിട്ടാണ് കൊച്ചമ്മേ. അയ്യോ 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 പോട്ടെ കുഞ്ഞെ. അയ്യോ നമസ്കാരം സാർ. നമസ്കാരം. ചിറ്റമ്മേ, എഞ്ചിനീയർ സാർ വന്നിരിക്കുന്നു. അച്ഛൻ വിളിച്ചിരുന്നു. നാണപ്പനെ തല്ലി വിവരം അറിയിക്കാൻ ഞാൻ അങ്ങോട്ട് വിളിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇതൊരു ഇഷ്യൂ ആക്കണ്ട. അച്ഛൻ വന്നതിന് ശേഷം നേതാവ് ഗോപാലിനെ വിളിച്ച് എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അത് നോക്കിക്കളയണം. അച്ഛൻ ബില്ലിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും അച്ഛന്റെ വർക്കിനെതിരായി എന്തെങ്കിലും പരാതി അയച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. സാറൊന്ന് ശ്രമിച്ച് അത് കഴിയും വേഗം ശരിപ്പെടുത്തി കൊടുക്കണം. തീർച്ചയായും. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. അടുത്ത് തന്നെ ഞാൻ ചീഫ് എഞ്ചിനീയറെ ഒന്ന് കാണാം. കാപ്പി കുടിക്കും. ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചതേ ഉള്ളൂ. ബൈ ദ വേ, സുനന്ദയുടെ കോളേജ് അഡ്മിഷന്റെയും ഹോസ്റ്റൽ അഡ്മിഷന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി പോയി ജോയിൻ ചെയ്തേച്ചാ മതി. അച്ഛൻ പറഞ്ഞു. താങ്ക്സ്. എന്തിനാ? കോൺട്രാക്ടർ സാറിന്റെ മകൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അഡ്മിഷൻ വാങ്ങിത്തരേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ? സാറ് ശ്രമിച്ചതുകൊണ്ട് അഡ്മിഷൻ കിട്ടിയത്. നോ നോ, സുനന്ദയ്ക്ക് നല്ല മാർക്കുള്ളതുകൊണ്ടാ കിട്ടിയത്. പിന്നെ എഞ്ചിനീയറിംഗ് ആദ്യത്തെ വർഷമാ. റാഗിങ്ങിലൊന്നും പെടാതെ സൂക്ഷിക്കണം. സുനന്ദയല്ലേ ആള്, അവൾ അങ്ങോട്ട് റാഗ് ചെയ്യാതിരുന്നാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാണപ്പിന് വലിയ പരിക്കൊന്നുമില്ലല്ലോ? 20 രൂപ ഡെമറേജ് കൊടുത്ത് കാര്യം ഒതുക്കി. എഞ്ചിനീയർ വന്നില്ലേ? ഇല്ല. സിമെന്റ് മിക്സ് ചെയ്യാൻ വരാറില്ലേ? എന്ത് പ്രപ്പോസലാ സിമെന്റ് മിക്സ് ചെയ്യുന്നത്? ഒരു ചാക്ക് സിമെന്റിന് 4 കൊട്ട മണലും 6 കൊട്ട ജെല്ലിയും ചേർക്കണമെന്നാണ് നിയമം. പക്ഷെ ഇവിടെ 3-4 മിനിറ്റൊക്കെ ചേർക്കും. അപ്പൊ മണ്ണ് മാത്രം ഉപയോഗിച്ച് കെട്ടുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവര് പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഓഹോ, എഞ്ചിനീയർ സാർ എവിടെ കാണും? ഓഫീസിൽ കാണും. ടെൻഡറിന്റെ കാര്യം അറിഞ്ഞു പോകാൻ വിചാരിച്ചു വന്നാൽ അയ്യോ ടെൻഡർ ഒന്നും ആയിട്ടില്ല. അറിയിക്കും. ഈ വർക്കെങ്കിലും സാറ് ഞങ്ങൾക്ക് വേണം. കുന്നപ്പുഴ പാലം പോലുള്ള ഒരു മേഖല വർക്ക് വാതിപ്പ് തമ്മിൽ സാർ അടിച്ചെടുത്തു എന്ന് വെച്ചാൽ അതിന്റെ സഹായമില്ലാതെ ആർക്കും ടെൻഡർ ഉറപ്പിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ഈ കോൺട്രാക്ട് തന്നെ ഇപ്പൊ നഷ്ടമായി സാർ. എന്നാൽ ഈ വർക്കിന് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കൂ. സാറ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. സാറിന്റെ വീതം നേരത്തെ അങ്ങ് തന്നേക്കാം. നോക്കട്ടെ. ജോസഫേ, എഞ്ചിനീയർ സാർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. എനിക്കൊന്ന് കാണണം. സാർ, ഗോപാലൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ഗോപാൽ ഇപ്പൊ കാണാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അയ്യോ നേതാവാണ്, തിരക്കി അയക്കണ്ട. വിളിച്ച് കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കും. ഞങ്ങൾ അപ്പുറത്തേക്ക് പോയത്. വിളിക്കും. സാറി എല്ലാം പറഞ്ഞു. എന്ത് വേണം? മുഖത്തേക്കൊന്ന് നോക്കണം സാർ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ശരിക്ക് കുഴപ്പമൊന്നുമില്ല. പറയും. ഈ കോൺഗ്രസിന്റെ പ്രൊപ്പോഷൻ എത്രയാണെന്ന് പറയാം. അത് അറിയാതെ നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? ഈ അണക്കെട്ട് ഉറപ്പുള്ളതായിരിക്കണം. അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. സിമന്റും മണലും ഏത് അളവിലാണ് ചേർക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സാർ വർക്ക്ഷോപ്പിൽ വരണം. എന്റെ ജോലി എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടൂല്ല. സാർ സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും മിനിസ്റ്റർക്കും പരാതി കൊടുക്കും. താനാരുടെ മിനിസ്റ്റർക്ക് പരാതി നൽകാൻ വിവരമില്ലാത്ത 5-6 ചുമട്ടുകാരാണെന്ന് പറഞ്ഞത് അവിടെ കാറ്റിൽ ജീവിക്കുന്ന താൻ എന്നെ പറ്റി പരാതി നൽകും അല്ലേ? ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്ക് വിവരമില്ലാന്ന് പറഞ്ഞ് നിങ്ങൾക്കാണ് വിവരമില്ലാത്തത്. നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ ഓരോ വോട്ടർക്കും അവകാശമുണ്ട്. നിങ്ങൾ വർക്കിംഗ് പാർട്ടിൽ വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ വരുത്തും. ഓശാരത്തിന് ജോലി ചെയ്തത് മതി. സിമെന്റ് ഇറക്കിയാലേ കൂലി കിട്ടണം. കൂലി വരും മുതലാളി വേട്ടെ. അങ്ങനെ വേണ്ട, കൂലി നിശ്ചയിച്ചിട്ട് സിമന്റ് ഇറക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? ഒരു കടുംപിടുത്തവും ഇല്ല. യൂണിയന്റെ തീരുമാനം. അപ്പോൾ ഞങ്ങൾ വേറെ ആളുകളെ ഇറക്കിക്കോട്ടെ. അതിനിച്ചിരി പുളിക്കും. എടോ മേസ്ത്രി, സിമെന്റ് ഇറക്കാൻ കരിങ്കാലികളെ കൊണ്ടുവന്ന ഒരൊറ്റ എണ്ണം ജീവനോടൊന്ന് പോവില്ല. കുത്തുകയില്ല കുന്തം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? താൻ തന്നെ പാട് നോക്കടൂ. സിമെന്റ് ലോറി കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇറക്കില്ലേ?
ആ വേറെ സിമെന്ററി കൊടുക്ക്. സിമെന്റ് ഇറക്കാനോ കൂലി കൂലിക്കാരിയൊക്കെ നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. ഇതോ മഴ വരുന്നു, ടാർപ്പാണില്ല. മഴ നനഞ്ഞാൽ സിമെന്റ് ചീത്തയാകും. സിമെന്റ് ഈത്തയാകട്ടെ, കൂലിക്കാരൻ തീരുമാനിച്ചിട്ടേ ഇറക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ സാറേ ഇന്നലെ തീരുമാനമെടുത്തത്? തീരുമാനമെടുത്തതൊക്കെ ശരിയാണ്. പക്ഷേ കാലവും സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളി സമരം ചെയ്യാവൂ. പൊതുമുതൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോ ഇതിറക്കണമെന്നാണോ? വേഗം ഇറക്കണം. കോൺട്രാക്ട് വരുമ്പോ നമുക്ക് കൂലി പിടിച്ചു വാങ്ങാം.